യൂറിൻ അനലൈസിസിന് ശേഷം ക്ലിനിക്കൽ പതോളജിയുടെ അടുത്ത യൂണിറ്റിലേക്ക് നാം പ്രവേശിക്കുകയാണ്. സ്പ്യൂട്ടം എക്സാമിനേഷൻ. സ്പ്യൂട്ടം അഥവാ കഫം എങ്ങനെയാണ് പരിശോധിക്കുക എന്നുള്ളതാണ് ഈ അധ്യായത്തിൽ നാം വിശദമായി മനസ്സിലാക്കുന്നത്. സ്പ്യൂട്ടത്തിന്റെ ഫിസിക്കൽ ആൻഡ് മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ ആണ് ഈ ചാപ്റ്ററിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വാട്ട് ഈസ് സ്പ്യൂട്ടം? എന്താണ് കഫം എന്നാൽ എന്ത്? ഇറ്റ് ഈസ് ദ കളക്റ്റീവ് സെക്രീഷൻ കഫ്ഡ് അപ്പ് ഫ്രം ലോവർ റെസ്പിറേറ്ററി ട്രാക്ട്. നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിനെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് എന്നും ലോവർ റെസ്പിറേറ്ററി ട്രാക്ട് എന്നും രണ്ടായി നാം വേർതിരിക്കാറുണ്ട്. അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റില് നേസൽ ക്യാവിറ്റി, ഫാരിങ്സ്, ലാരിങ്സ് എന്നിവ ഉൾപ്പെടുന്നു. ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങൾ ട്രക്കിയ, ബ്രോങ്കെ, ബ്രോങ്കിയോൾസ്, ആൽവിയോലൈ എന്നിവയാണ്. ഇതിൽ ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ രൂപം കൊള്ളുന്ന എക്സ്ക്രീറ്ററി മെറ്റീരിയൽ ആണ് സ്പ്യൂട്ടം എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും റെസ്പിറേറ്ററി ട്രാക്റ്റിൽ നിന്നും ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ നിന്നും ഫോം ചെയ്യുന്ന ഈ സ്പ്യൂട്ടം പുറത്തേക്ക് വരുന്നത് അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റ് വഴിയാണ്. വരുന്ന വഴിയിൽ അവിടെ നിന്നുള്ള, അതായത് അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ നിന്നുള്ള വസ്തുക്കൾ കൂടി, വിസർജ്യ വസ്തുക്കൾ കൂടി, എക്സ്ക്രീറ്ററി സബ്സ്റ്റൻസ് കൂടി ഇതിൽ ഉൾപ്പെടാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും നമ്മൾ സ്പ്യൂട്ടം കളക്ട് ചെയ്യുമ്പോൾ പരമാവധി ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ നിന്ന് വരുന്ന ആ സെക്രീഷൻ മാത്രം കളക്ട് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. ഇതിനെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇറ്റ് ഈസ് ദ കളക്റ്റീവ് സെക്രീഷൻ കഫ്ഡ് അപ്പ് ഫ്രം ലോവർ റെസ്പിറേറ്ററി ട്രാക്ട്. റെസ്പിറേറ്ററി ട്രാക്റ്റിന്റെ താഴെ ഭാഗമായ ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ നിന്നും ചുമച്ച് പുറത്തേക്ക് വരുന്ന ആ ഘടകങ്ങളെയാണ്, ആ സെക്രീഷനെയാണ് സ്പ്യൂട്ടം എന്ന് നാം വിളിക്കുന്നത്. സ്പ്യൂട്ടത്തിൽ സ്വാഭാവികമായി നാച്ചുറൽ ആയിട്ട്, നോർമൽ ആയിട്ടുള്ള സ്പ്യൂട്ടത്തിൽ കാണുന്ന വസ്തുക്കൾ പസ് സെൽസ്, സെല്ലുലാർ ഡെബ്രീസ്, മ്യൂക്കസ്, ഡെഡ് സെൽസ് എറ്റ്സെറ്ററ. ഇപ്പൊ സ്പ്യൂട്ടത്തില് സ്വാഭാവികമായിട്ടും പസ്സെല്ലുകൾ എന്ന് പറഞ്ഞാൽ WBC ആണ് പ്രധാനമായിട്ടും ന്യൂട്രോഫിലുകൾ. ആ പസ്സെല്ലുകൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകാറുണ്ട്. സെല്ലുലാർ ഡെബ്രി, നമ്മുടെ ശ്വാസകോശത്തിന്റെ ആൽവിയോലൈ ഉൾപ്പെടുന്ന ശ്വാസകോശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന സെല്ലുകളുടെ അവശിഷ്ടങ്ങൾ, അവയാണ് നമ്മൾ സെല്ലുലാർ ഡെബ്രി എന്ന് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഡെഡ് സെല്ലുകൾ, കോശങ്ങൾ നമുക്കറിയാവുന്നത് പോലെ ഓരോ സമയത്തും പുതിയ കോശങ്ങൾ ഉണ്ടാകുമ്പോൾ പഴയ ഡെഡ് ആയിട്ടുള്ള കോശങ്ങൾ പൊഴിഞ്ഞു വീഴുന്നു, എക്സ്ഫോളിയേഷൻ സംഭവിക്കുന്നു. അങ്ങനെയുള്ള ഡെഡ് സെല്ലുകൾ, മ്യൂക്കസ്, ഒരുതരം കൊഴുത്ത സെക്രീഷനാണ് മ്യൂക്കസ് എന്ന് പറയുന്നത്. റെസ്പിറേറ്ററി ലൈനിങ്ങിൽ നിന്ന് സെക്രീറ്റ് ചെയ്യപ്പെടുന്ന മ്യൂക്കസ്, മെമ്പറൈനിൽ സെക്രീറ്റ് ചെയ്യപ്പെടുന്ന മ്യൂക്കസ്, ഇതെല്ലാം സ്വാഭാവികമായ, നാച്ചുറലായ, നോർമൽ ആയിട്ടുള്ള സ്പ്യൂട്ടത്തിന്റെ ഘടകങ്ങളാണ്. Secretion of upper respiratory tract is not considered as sputum. പലപ്പോഴും സ്പെസിമെൻ കളക്ട് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വെല്ലുവിളി ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിലെ സെക്രീഷൻസ് കൂടി സ്പ്യൂട്ടത്തിലേക്ക് മിക്സ് ചെയ്ത് അതിനെ കണ്ടാമിനേറ്റഡ് ആക്കാറുണ്ട്. അപ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് പരമാവധി അങ്ങനെയുള്ള സെക്രീഷൻസ് ഒഴിവാക്കി സ്പ്യൂട്ടം കളക്ട് ചെയ്യുക. അതിന് വേണ്ടുന്ന ഒരു എളുപ്പമാർഗം നമ്മുടെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് വൃത്തിയാക്കുമ്പോൾ ഒന്ന് ഓറൽ ക്ലീനിങ്, വായ നമ്മൾ ക്ലീൻ ആക്കണം. അതുപോലെ നേസൽ ക്ലീനിങ് നടത്തുക, ഫരീഞ്ചൽ ക്ലീനിങ് നടത്തുക. അതിനുശേഷം സ്പ്യൂട്ടം കളക്ട് ചെയ്താൽ അപ്പർ റെസ്പിറേറ്ററി കണ്ടാമിനൻസ് അതിലുണ്ടാകാനുള്ള സാധ്യത പരമാവധി കുറയ്ക്കാനായിട്ട് സാധിക്കും. യൂസസ് ഓഫ് സ്പ്യൂട്ടം അനലൈസിസ്. കഫ പരിശോധനയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളും ഉപയോഗങ്ങളും നമുക്ക് നോക്കാം. ഒന്ന്, ഡയഗ്നോസിസ് ഓഫ് റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസ്, RTI, ലൈക്ക് ന്യൂമോണിയ, ബ്രോങ്കൈറ്റിസ്, ട്യൂബർകുലോസിസ് എറ്റ്സെറ്ററ. റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസ് നമ്മളുടെ ശ്വസന വ്യൂഹത്തെ ബാധിക്കുന്ന ഇൻഫെക്ഷൻസ്, അണുബാധകൾ. തൽഫലമായിട്ടുണ്ടാകുന്ന രോഗങ്ങളാണ് ന്യൂമോണിയ നമ്മുടെ ആൽവിയോലൈന്, ലങ്സിന്റെ ഏറ്റവും അടിസ്ഥാന യൂണിറ്റുകളായ ആൽവിയോലകളെ ബാധിക്കുന്ന ഇൻഫ്ലമേഷനെയാണ്
നമ്മൾ ന്യൂമോണിയ എന്ന് വിളിക്കുന്നത്. ബ്രോങ്കസുകളെ ബാധിക്കുന്ന ഇൻഫ്ലമേഷനെ ബ്രോങ്കൈറ്റിസ് എന്ന് വിളിക്കുന്നു. അതുപോലെ ട്യൂബർക്കുലോസിസ് എന്ന് പറയുമ്പോൾ പല തരത്തിലുള്ള ശരീരത്തിന്റെ പല അവയവങ്ങളെ ബാധിക്കുന്ന ട്യൂബർക്കുലോസിസ് ഉണ്ട്. റെസ്പിറേറ്ററി ട്രാക്റ്റിനെ ബാധിക്കുന്ന, ലങ്സിനെ ബാധിക്കുന്ന ട്യൂബർക്കുലോസിസ് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പ്യൂട്ടം അനലൈസിസ് നടത്തുക. ഇപ്പൊ ട്യൂബർക്കുലോസിസ് നമ്മുടെ സ്പൈനിനെ ബാധിക്കും, ബോണിനെ ബാധിക്കും, ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്റ്റിനെ ബാധിക്കും. അത്തരത്തിലുള്ള ട്യൂബർക്കുലോസിന്റെ ഒന്നും ഡയഗ്നോസിസിന് സ്പ്യൂട്ടം അനലൈസിസ് കൊണ്ട് പ്രയോജനമില്ല. സ്പ്യൂട്ടം അനലൈസിസ് കൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് റെസ്പിറേറ്ററി ട്യൂബർക്കുലോസിസ് ആണ്. ഇപ്പൊ പ്രധാനമായിട്ട് ന്യൂമോണിയ, ബ്രോങ്കൈറ്റിസ്, ട്യൂബർക്കുലോസിസ് തുടങ്ങിയ രോഗങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സ്പ്യൂട്ടം അനലൈസിസ് സഹായിക്കുന്നു. രണ്ടാമത്തത് ഡയഗ്നോസിസ് ഓഫ് മാലിഗ്നൻസി. ലങ്സിനെയും അതുപോലെ റെസ്പിറേറ്ററി സിസ്റ്റത്തെ ബാധിക്കുന്ന ക്യാൻസർ അഥവാ മാലിഗ്നൻസി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സ്പ്യൂട്ടം എക്സാമിനേഷൻ സഹായിക്കുന്നു. പാരസൈറ്റിക് ഡിസീസസ്. ലങ്സിൽ ചില പാരസൈറ്റുകളുടെ ലാർവൽ സ്റ്റേജുകൾ, റൗണ്ട് വേവ്, അസ്കാരിസിന്റെ ഒക്കെ ലാർവൽ സ്റ്റേജുകൾ ലങ്സിൽ കാണാറുണ്ട്. അതുപോലെ ലങ്സിനെ ബാധിക്കുന്ന ഒരു പാരസൈറ്റിക് ഡിസീസ് ആണ് എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക. അതിന്റെ എക്സ്ട്രാ ഇൻഡസ്റ്റൈനൽ ആയിട്ടുള്ള ലീഷൻസ് ലങ്സിലും ഉണ്ടാകാം. അപ്പൊ അത്തരത്തിലുള്ള പാരസൈറ്റിക് ഡിസീസുകൾ കണ്ടുപിടിക്കാനും സ്പ്യൂട്ടം അനലൈസിസ് നമ്മെ സഹായിക്കുന്നു. കളക്ഷൻ, എങ്ങനെയാണ് കഫം അഥവാ സ്പ്യൂട്ടം കളക്ട് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഏർലി മോർണിംഗ് സാമ്പിൾ ഈസ് പ്രിഫേർഡ്. ശരീരത്തിലെ എക്സ്ക്രീറ്ററി മെറ്റീരിയലുകളുടെ എല്ലാം തന്നെ ഏർലി മോർണിംഗ് സാമ്പിൾ ആണ് നാം പ്രിഫർ ചെയ്യുന്നത്. സ്പ്യൂട്ടത്തിന്റെ കേസിലും ഏർലി മോർണിംഗ് ഫസ്റ്റ് സാമ്പിൾ ആണ് പ്രിഫർ ചെയ്യുന്നത്. കളക്റ്റഡ് ബൈ എ ഡീപ് കഫ്. സ്പ്യൂട്ടം കളക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട സംഗതി ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു. അപ്പർ റെസ്പിറേറ്ററി ഓറൽ കണ്ടാമിനൻസ് ഉണ്ടാകുന്ന തടയാൻ വേണ്ടിയിട്ട് ആ ഭാഗങ്ങൾ നമ്മൾ പരമാവധി ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ സലൈവറി കണ്ടാമിനേഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി വായ, ഓറൽ ക്യാവിറ്റി കഴുകുന്നത് നല്ലതാണ്. അതുപോലെ ഫാരിങ്സ് ഒക്കെ നമ്മളൊന്ന് ക്ലിയർ ആക്കിയിട്ട് അത് പുറത്തേക്ക് തുപ്പിക്കളയുക. എന്നതിന് ശേഷം വളരെ ഡെപ്തിലേക്ക് ഡീപ്പായിട്ടുള്ള ഒരു കഫ്. ആ കഫ് വളരെ ഡീപ്പായിരിക്കണം. കാരണം നമ്മളുടെ ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റിന് ബ്രോങ്കസും ബ്രോങ്കിയോൾസും അതുപോലെ അൽവിയോലി ഉൾപ്പെടുന്ന ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ നിന്നുള്ള ആ എക്സുഡേറ്റ്സ്, ആ സെക്രീഷൻസ് കിട്ടുന്ന രീതിയിൽ വളരെ ഡീപ്പായിട്ടുള്ള ഒരു കഫ്. അവോയ്ഡ് സലൈവറി കണ്ടാമിനേഷൻ. നമുക്ക് സൂചിപ്പിച്ചു, വായിലുള്ള സലൈവ ഇതിലേക്ക് മിക്സ് ചെയ്യാതെ ശ്രദ്ധിക്കുക. 3 consecutive days sample may be collected for TB diagnosis. ട്യൂബർക്കുലോസിസ് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 ദിവസം തുടർച്ചയായിട്ട് 3 consecutive day, ഫോർ എക്സാമ്പിൾ ഇന്ന് എടുക്കുകയാണെങ്കിൽ ഇന്ന്, നാളെ, മറ്റന്നാൾ 3 ദിവസവും ഏർലി മോർണിംഗ് സാമ്പിൾ ട്യൂബർക്കുലോസിന്റെ ഡയഗ്നോസിസിന് നമ്മൾ പ്രിഫർ ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പോ കുറെ കൂടി മോഡേൺ ആയിട്ടുള്ള ടെക്നിക്സ് ഒക്കെ വന്നപ്പോൾ ഒറ്റ ഡേ സാമ്പിൾ കൊണ്ട് ട്യൂബർക്കുലോസിസ് ഡയഗ്നോസിസ് നടക്കാറുണ്ട്. എങ്കിലും 3 consecutive day നമ്മൾ പ്രിഫർ ചെയ്യുന്നു. വൈഡ് മൗത്ത് ഡിസ്പോസിബിൾ കണ്ടെയ്നേഴ്സ് ആർ യൂസ്ഡ്. സ്പ്യൂട്ടം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വൈഡ് മൗത്ത്ഡ് ആയിട്ടുള്ള, വാവട്ടം കൂടിയ ഡിസ്പോസിബിൾ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് ആണ് പ്രിഫർ ചെയ്യുന്നത്. ഇപ്പൊ സ്പ്യൂട്ടം എക്സാമിനേഷനിൽ മൈക്രോബയോളജിക്കൽ എക്സാമിനേഷൻ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത്തരത്തിൽ ഉള്ള പരിശോധനകൾക്ക് സ്റ്റെറൈൽ കണ്ടെയ്നേഴ്സ് നിർബന്ധമാണ്. മൈക്രോബയോളജിക്കൽ പരിശോധനകൾ കൂടി നാം ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ വൈഡ് മൗത്ത് ഡിസ്പോസിബിൾ സ്റ്റെറൈൽ കണ്ടെയ്നേഴ്സ് ആർ യൂസ്ഡ്. അല്ലാത്ത റുട്ടീൻ പരിശോധനകൾക്ക് സ്റ്റെറൈൽ കണ്ടെയ്നർ നിർബന്ധമില്ല. ഫിസിക്കൽ എക്സാമിനേഷനിൽ 2 ഭാഗങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്: കളറ്, അപ്പിയറൻസ്. നോർമൽ സ്പ്യൂട്ടത്തിന്റെ കളറ് ഒരു പെയിൽ യെല്ലോ കളർ. യെല്ലോ കളർ എന്ന് പറയുന്നത് വളരെ പെയിൽ ആയിട്ടുള്ള ഒരു യെല്ലോ കളറാണ് നോർമൽ സ്പ്യൂട്ടത്തിന് ഉള്ളത്. ഇനി റെഡ് കളർ സ്പ്യൂട്ടം, അത് അബ്നോർമൽ ആണ്. റെഡ് കളർ സ്പ്യൂട്ടം അത് പ്രസൻസ് ഓഫ് ബ്ലഡിനെയാണ് റെഡ് കളർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ സ്പ്യൂട്ടത്തിൽ ബ്ലഡ് കാണുകയാണെങ്കിൽ ആ കണ്ടീഷൻ നമ്മൾ
ഹീമോപ്റ്റൈസിസ് എന്നാണ് പറയുക. ഹീമോപ്റ്റൈസിസ് ഈസ് ദ പ്രസൻസ് ഓഫ് ബ്ലഡ് ഇൻ സ്പ്യൂട്ടം. അത് പ്രധാനമായിട്ട് കാണുന്നത് ട്യൂബർക്ലോസിസ് അഥവാ TB, നമ്മുടെ ലങ്സിനെ ബാധിക്കുന്ന മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ് എന്ന് പറയുന്ന ബാക്ടീരിയ, ട്യൂബർക്കിൾ ബാസിലെ കൊണ്ടുണ്ടാകുന്ന TB അഥവാ ട്യൂബർക്ലോസിസ്, ക്ഷയരോഗം എന്ന് നമ്മൾ പറയും. ആ ക്ഷയരോഗം ഉള്ള ആളുകളുടെ കഫത്തില് രക്തത്തിന്റെ അംശം കാണാറുണ്ട്. അപ്പം കഫത്തിൽ രക്തത്തിന്റെ അംശം ഉണ്ടെങ്കിൽ that means the presence of blood in sputum is called hemoptysis. മറ്റൊരു കളർ ഉള്ളത് ഡാർക്ക് യെല്ലോ കളർ. ഡാർക്ക് യെല്ലോ കളർ ബ്രോങ്കൈറ്റിസ്, ന്യൂമോണിയ തുടങ്ങിയ രോഗങ്ങളിൽ സ്പ്യൂട്ടത്തിന്റെ നിറം ഡാർക്ക് യെല്ലോ ആയിരിക്കും. ഇപ്പൊ നോർമൽ കളർ പെയിൽ യെല്ലോ ആണ്. സ്പ്യൂട്ടത്തിൽ ബ്ലഡ് ഉണ്ടെങ്കിൽ റെഡ് കളർ ആയിരിക്കും. അങ്ങനെ സ്പ്യൂട്ടത്തിൽ ബ്ലഡ് കാണപ്പെടുന്ന ഒരു രോഗം എന്ന് പറയുന്നത് ട്യൂബർക്ലോസിസ് ആണ്. ഡാർക്ക് യെല്ലോ കളർ സ്പ്യൂട്ടം ബ്രോങ്കൈറ്റിസ്, ന്യൂമോണിയ തുടങ്ങിയ രോഗങ്ങളിലാണ് കാണപ്പെടുന്നത്. അപ്പിയറൻസ് നോക്കാം. നോർമൽ സ്പ്യൂട്ടം ഒരു വിസ്കസ്, കൊഴുപ്പുള്ള ഒരു സെമി സോളിഡ് ആയിട്ടുള്ള ഒരു വിസ്കസ് അവസ്ഥയിലാണ് നോർമൽ സ്പ്യൂട്ടം കാണുക. പ്യൂറുലന്റ് ആയിട്ട് കാണുന്നത് ബ്രോങ്കൈറ്റിസിലാണ്. പ്യൂറുലന്റ് എന്ന് പറഞ്ഞാൽ പസൽസിന്റെ പ്രസൻസോടുകൂടി പഴുപ്പ് ബാധിച്ച പോലുള്ള ആ കണ്ടീഷനാണ് നമ്മൾ പ്യൂറുലന്റ് എന്ന് പറയുന്നത്. പ്യൂറുലന്റ് ആയി സ്പ്യൂട്ടം കാണപ്പെടുന്നത് ബ്രോങ്കൈറ്റിസ് എന്ന രോഗത്തിലാണ്. ബ്രോങ്കൈറ്റിസ് എന്ന് പറഞ്ഞാൽ ലങ്സിന്റെ ബ്രോങ്കിയോളിനുണ്ടാകുന്ന ഇൻഫ്ലമേഷനെയാണ് നാം ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്നത്. ബ്രോങ്കൈറ്റിസ് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. വൈറസ് കൊണ്ടുണ്ടാകാം, ബാക്ടീരിയ കൊണ്ടുണ്ടാകാം, ചില ഫംഗസുകൾ കൊണ്ടും ബ്രോങ്കൈറ്റിസ് ഉണ്ടാകാം. ഒന്ന് ഫ്രോത്തി, പതഞ്ഞതുപോലെ, പത പോലെ ഉണ്ടാകും. അത് പൾമണറി എഡീമ എന്ന് പറയുന്ന കണ്ടീഷനാണ്. ലങ്സിനുണ്ടാകുന്ന നീർക്കെട്ട്, പൾമണറി എഡീമയിലാണ് ഫ്രോത്തി ആയിട്ടുള്ള സ്പ്യൂട്ടം കാണപ്പെടുക. ഇനി തിക്കായിട്ടുള്ള സ്പ്യൂട്ടം നോർമലി പറഞ്ഞൊരു വിസ്കസ് ആണ്. അതിനേക്കാൾ കുറെ കൂടി ഹാർഡ് ആയിട്ടുള്ള, സോളിഡ് ആയിട്ടുള്ള, തിക്കായിട്ടുള്ള സ്പ്യൂട്ടം കാണപ്പെടുന്നത് ആസ്തമ എന്ന് പറയുന്ന കണ്ടീഷനാണ്. ലങ്സിലുണ്ടാകുന്ന വലിവ് അഥവാ ആസ്തമ എന്ന കണ്ടീഷനിലാണ് തിക്കായിട്ടുള്ള സ്പ്യൂട്ടം കാണപ്പെടുന്നത്. ഈ മൈക്രോസ്കോപ്പിയാണ്. മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ സ്പ്യൂട്ടത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ ചെയ്യുമ്പോൾ രണ്ട് രീതിയിലുള്ള സ്മിയറുകൾ നമ്മൾ എക്സാമിൻ ചെയ്യും. സ്റ്റെയിൻഡ് സ്മിയർ ആൻഡ് അൺസ്റ്റെയിൻഡ് സ്മിയേഴ്സ്. സ്റ്റെയിൻ ചെയ്ത് നിറം കൊടുത്ത സ്മിയറുകളും അതുപോലെ നിറം കൊടുക്കാത്ത സ്റ്റെയിനുകളും, സ്റ്റെയിൻഡും അൺസ്റ്റെയിൻഡ് സ്മിയേഴ്സ് നമ്മൾ ഒബ്സർവ് ചെയ്യാറുണ്ട്. സ്മിയർ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സ്പ്യൂട്ടത്തിലെ ആ പ്യൂറുലന്റ് ആയിട്ടുള്ള, അബ്നോർമൽ ആണ് നമുക്ക് തോന്നുന്ന പഴുപ്പോ അതുപോലുള്ള അബ്നോർമാലിറ്റി കാണപ്പെടുന്ന ഭാഗം സ്പ്യൂട്ടത്തില് നമുക്ക് ഒബ്സർവ് ചെയ്യുമ്പോൾ അറിയാം. നമ്മൾ അതിന്റെ കളറും കൺസിസ്റ്റൻസിയൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഏത് ഭാഗത്താണ് അബ്നോർമൽ ആയിട്ടുള്ള കണ്ടൻസ് ഉണ്ടാകാൻ സാധ്യതയുള്ളത് എന്ന്. ആ ഭാഗത്തുള്ള പ്യൂറുലന്റ് ആയിട്ടുള്ള പോർഷൻ ഉപയോഗിച്ച് ഒരു ഗ്ലാസ് സ്ലൈഡിൽ നമ്മൾ സ്മിയർ ഉണ്ടാക്കുന്നു. ഈ സ്മിയർ സ്റ്റെയിൻഡ് സ്മിയറും അൺസ്റ്റെയിൻഡ് സ്മിയറും ഒബ്സർവ് ചെയ്യാറുണ്ട്. സ്റ്റെയിൻഡ് സ്മിയർ ആണെങ്കിൽ പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റെയിൻ ഗ്രാം സ്റ്റെയിൻ അതുപോലെ സീൽ നീൽസൺ സ്റ്റെയിൻ, ഈ രണ്ട് സ്റ്റെയിനുകളാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുക. ഗ്രാം സ്റ്റെയിൻ ബാക്ടീരിയകളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഗ്രാം സ്റ്റെയിൻ ഉപയോഗിക്കുന്നത്. ഗ്രാം സ്റ്റെയിൻഡ് സ്മിയേഴ്സ് ആർ യൂസ്ഡ് ടു ഡിറ്റക്ട് ബാക്ടീരിയ. ബാക്ടീരിയ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഗ്രാം സ്റ്റെയിൻ സ്മിയർ നമ്മൾ ഉപയോഗിക്കുന്നു. ലങ്സില് അല്ലെങ്കിൽ റെസ്പിറേറ്ററി സിസ്റ്റത്തില് ഇൻഫെക്ഷൻസ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ബാക്ടീരിയകളാണ് ന്യൂമോകോക്കെ, സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്നറിയപ്പെടുന്ന ന്യൂമോകോക്കെ, സ്റ്റഫേലോകോക്കെ സ്റ്റാഫ് ഓറിയസ് എന്നറിയപ്പെടുന്ന സ്റ്റഫേലോകോക്കെ സ്പീഷീസ്, ഹിമോഫിലസ് ഇൻഫ്ലുവൻസ എന്നറിയപ്പെടുന്ന ഹിമോഫിലസ് ഗ്രൂപ്പിൽപ്പെട്ട ബാക്ടീരിയകൾ, ഇത്തരത്തിലുള്ള ബാക്ടീരിയകൾ. അതുകൂടാതെ നമുക്കറിയാം ക്ലെപ്സിയെല്ല ന്യൂമോണിയ, ഈകോളെ തുടങ്ങിയ ബാക്ടീരിയകളും റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് കോസ് ചെയ്യാം. എങ്കിലും പ്രധാനമായിട്ട് ന്യൂമോകോക്കെ, സ്റ്റഫേലോകോക്കെ, ഹീമോഫിലസ് ഈ ബാക്ടീരിയകളാണ് ലോവർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് കോസ് ചെയ്യുക. ഈ ബാക്ടീരിയകളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അതിന്റെ മോർഫോളജിയും അതുപോലെ സ്റ്റെയിനിങ് ക്യാരക്ടറും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഗ്രാം സ്റ്റെയിൻ നമ്മൾ ഉപയോഗിക്കുന്നു. പിന്നീടുള്ളത് സീൽ നീൽസൺ സ്റ്റെയിനിങ്. ഇത് ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയകളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. സ്പ്യൂട്ടത്തിൽ കാണാൻ സാധ്യതയുള്ള
ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയ എന്ന് പറയുന്നത് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ്. മുമ്പ് സൂചിപ്പിച്ചു, ട്യൂബർകുലോസിസ് എന്ന് പറയുന്ന രോഗം ക്ഷയരോഗം ഉണ്ടാക്കുന്ന ബാക്ടീരിയ ആണ് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. ഈ ബാക്ടീരിയയെ നമുക്ക് ഗ്രാം സ്റ്റെയിനിങ് കൊണ്ട് തിരിച്ചറിയാനാവില്ല. മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് പോലുള്ള ബാക്ടീരിയയെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നാം ഉപയോഗിക്കുന്നത് സീൽ നീൽസൺ സ്റ്റെയിനിങ് എന്നാണ്. AFB ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയ ആണ് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ സ്റ്റെയിൻ ആണ് സീൽ നീൽസൺ സ്റ്റെയിനിങ്. ഇപ്പൊ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷനിൽ സ്റ്റെയിൻഡും അൺസ്റ്റെയിൻഡും സ്മിയറുകൾ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു. സ്മിയർ ഉണ്ടാക്കുമ്പോൾ പ്യൂറുലന്റ് ആയിട്ടുള്ള പോർഷൻ ഉപയോഗിച്ച് സ്മിയർ ഉണ്ടാക്കുക. പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന സ്റ്റെയിൻ ഗ്രാം സ്റ്റെയിനും സീൽ നീൽസൺ സ്റ്റെയിനുമാണ്. ഇത് കൂടാതെ പ്രത്യേകം പറയേണ്ട ഒന്ന്, മാലിഗ്നൻസി ഒക്കെ സസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ സൈറ്റോളജിക്കൽ സ്റ്റഡി നടത്തും. സൈറ്റോളജിക്കൽ സ്റ്റഡിക്ക് പാപ്പാനിക്കോളോസ്റ്റെയിൻ, പാപ്സ്റ്റെയിൻ അഥവാ പാപ്പാനിക്കോളോസ്റ്റെയിൻ ആണ് സൈറ്റോളജിക്കൽ സ്റ്റഡിക്ക് ഉപയോഗിക്കുക. സൈറ്റോപതോളജിക്കൽ സ്റ്റഡി ഉപയോഗിച്ചിട്ടാണ് മാലിഗ്രൻസി അഥവാ ക്യാൻസർ, റെസ്പിറേറ്ററി ട്രാക്റ്റിന് ക്യാൻസർ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് ശരീരത്തില്. അപ്പൊ അങ്ങനെ ക്യാൻസർ കോശങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട്, മാലിഗ്രന്റ് കോശങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പാപ്പാനിക്കോളോസ്റ്റെയിൻ അഥവാ പാപ്സ്റ്റെയിൻ ഉപയോഗിച്ച് നമ്മൾ സ്റ്റെയിൻ ചെയ്യുന്നു. ഇനി സ്പ്യൂട്ടത്തിൽ കാണാൻ സാധ്യതയുള്ള അബ്നോർമൽ കണ്ടന്റ്സ് പസ് സെൽസ്, റെഡ് ബ്ലഡ് സെൽസ്, മാലിഗ്രന്റ് സെൽസ്, കേഴ്സ്മാൻ സ്പൈറൽസ്, ഷാർക്കോട്ട് ലൈഡൻ ക്രിസ്റ്റൽസ്, പാരസൈറ്റിക് ലാർവേ, ബാക്ടീരിയ. ഇവയാണ് അബ്നോർമൽ കണ്ടന്റ്സ്, സാധ്യമായിട്ടുള്ള അബ്നോർമൽ കണ്ടന്റ്സ്. ഈ ചിത്രത്തിൽ നാം കാണിച്ചിരിക്കുന്നത് പസ്സെല്ലുകളും RBCകളുമാണ്. ഇത്തരത്തിലുള്ള ന്യൂക്ലിയസ് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ന്യൂക്ലിയസ് ഉള്ള ഈ സെല്ലുകൾ, ഇത് പോളിമോർഫോ ന്യൂക്ലിയർ WBC പോളിമോർഫ്സ് ആണ്. ന്യൂട്രോഫില്ലുകളാണ് കൂടുതലായിട്ട് കാണുന്നത്. ഈ ന്യൂട്രോഫില്ലുകൾ സ്പ്യൂട്ടത്തിൽ കാണുമ്പോൾ അവയെ നാം പസ് സെല്ലുകൾ എന്നാണ് വിളിക്കുക. പസ് സെല്ലുകൾ നോർമൽ സ്പ്യൂട്ടത്തിൽ കാണും, പക്ഷെ അതിന്റെ എണ്ണം വളരെ വർദ്ധിക്കുക എന്നുണ്ടെങ്കിൽ അത് അബ്നോർമൽ ആണ്. അതാണ് RBC നോർമൽ സ്പ്യൂട്ടത്തിൽ ഉണ്ടാകാറില്ല. RBCയുടെ പ്രസൻസ് അബ്നോർമൽ ആണ്. ന്യൂമോണിയ, അക്യൂട്ട് ആയിട്ടുള്ള ന്യൂമോണിയ പോലുള്ള കണ്ടീഷൻസ്, ട്യൂബർകുലോസിസ് പോലുള്ള കണ്ടീഷനിലൊക്കെ RBC കാണപ്പെടാം. അപ്പൊ RBCയുടെ പ്രസൻസ് അബ്നോർമൽ ആണ്. പസ്സെല്ലുകൾ എണ്ണത്തിൽ കൂടുതലായി കഴിഞ്ഞാൽ, എക്സസ് ആയി കഴിഞ്ഞാൽ പസ്സെല്ലുകൾ അബ്നോർമൽ ആണ്. ഇത് ഗ്രാം സ്റ്റെയിൻ ചെയ്തത്, ഞാൻ സ്റ്റെയിനിങ്ങിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഗ്രാം സ്റ്റെയിൻ ചെയ്ത ഒരു സ്മിയർ ആണ്. ഗ്രാം സ്റ്റെയിൻ ചെയ്യുമ്പോൾ ബാക്ടീരിയയെ രണ്ടായിട്ട് വേർതിരിച്ച് നമുക്ക് കാണാൻ പറ്റും. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ, ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ഈ വയലറ്റ് കളറിൽ, ബ്ലൂയിഷ് വയലറ്റ് കളറിൽ കാണുന്ന, ശ്രദ്ധിച്ചാൽ കാണാം, ബ്ലൂയിഷ് വയലറ്റ് കളറിൽ ഈ പ്രദേശത്ത്, നിങ്ങളെ പോയിന്റിൽ ശ്രദ്ധിക്കുക, ആ പ്രദേശത്ത് കാണുന്ന ഈ ബാക്ടീരിയകൾ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയകളാണ്. ഈ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയകൾ ഗ്രാം സ്റ്റെയിൻ ഉപയോഗിച്ച് നമുക്ക് തിരിച്ചറിയാം. അതുപോലെ ഈ പിങ്ക് കളറിൽ കാണുന്ന ബാക്ടീരിയകൾ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയകളാണ്. പിങ്ക് കളറിൽ കാണുന്ന ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയകളാണ് കാണപ്പെടുന്നത്. ഇപ്പൊ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയകളിൽ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ അഥവാ ഡിപ്ലോകോക്കെ, ഈ കാണുന്ന ബാക്ടീരിയകൾ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ അഥവാ ഡിപ്ലോകോക്കെ എന്ന് പറയുന്ന ബാക്ടീരിയ, ന്യൂമോകോക്കെ എന്ന് പറയുന്ന ബാക്ടീരിയകളാണ് ഈ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയകൾ ഈ ചിത്രത്തിൽ കാണുന്നത്. ഗ്രാം നെഗറ്റീവ്, ഇത് റോഡ് ഷേപ്ഡ് ബാസിലകളാണ് ഗ്രാം നെഗറ്റീവ് ആയിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ ഗ്രാം സ്റ്റെയിൻ സ്മിയർ ഉപയോഗിച്ചാൽ സ്പ്യൂട്ടത്തിൽ കാണുന്ന ബാക്ടീരിയകളെ ഗ്രാം പോസിറ്റീവ് ആയിട്ടും ഗ്രാം നെഗറ്റീവ് ആയിട്ടും നമുക്ക് സെഗ്രിഗേറ്റ് ചെയ്ത് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നു. ഇത്തരത്തിലുള്ള ബാക്ടീരിയോളജിക്കൽ സ്റ്റഡീസ് ഇൻഫെക്ഷൻസിന്റെ ഡയഗ്നോസിസിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇനി സീൽ നീൽസൺ സ്റ്റെയിനിങ് അഥവാ ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് നടത്തിയ ഒരു സ്മിയർ ആണ് കാണിച്ചിരിക്കുന്നത്. ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയ മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയ ആണ് TB അഥവാ ട്യൂബർകുലോസിസ് എന്ന രോഗം ഉണ്ടാക്കുന്നത്. അത്തരത്തിലുള്ള ബാക്ടീരിയയെ നമ്മൾ സീൽ നീൽസൺ സ്റ്റെയിൻ ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ ഉണ്ടാകുന്നു ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. റെഡ് കളറിലുള്ള ബാസിലയാണ്. ബാസിലെ എന്ന് പറഞ്ഞാൽ നീളം കൂടിയ ബാക്ടീരിയകളെയാണ് നമ്മൾ ബാസിലെ എന്ന് പറയുന്നത്. റെഡ് കളറിലുള്ള ബാസിലകളാണ്
ഈ ബാസില് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന് പറയുന്ന ബാക്ടീരിയ ആണ്. സീൽനിൽസൺ സ്റ്റെയിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു ബ്ലൂ കളർ ആയിരിക്കും. ആസിഡ് ഫാസ്റ്റ് പോസിറ്റീവ് ആയിട്ടുള്ള ആസിഡ് ഫാസ്റ്റ് ആയിട്ടുള്ള ബാക്ടീരിയകൾ റെഡ് കളറിൽ പ്രകാരം കാണപ്പെടുന്നു. കേർഷ്മാൻ സ്പൈറൽ, ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന സ്പൈറൽ എന്ന് പറഞ്ഞ സ്പ്രിംഗ് പോലുള്ള ഘടകങ്ങൾ, ഈ കേർഷ്മാൻ സ്പൈറൽ എന്ന് പറയുന്ന ഈ ഘടകങ്ങൾ, ഇത് സെല്ലുലാർ ഡെബ്രി ഒക്കെ ചേർന്നിട്ട് മ്യൂക്കസ് എല്ലാം കൂടെ ചേർന്നുണ്ടാകുന്ന ഒരുതരം അബ്നോർമൽ സ്പൈറൽസ് ആണ്. ആസ്തമയില്, ശ്വാസം മുട്ടല്, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ആസ്മ എന്ന് പറയുന്ന രോഗത്തിലാണ് ഈ പ്രകാരമുള്ള കേർഷ്മാൻ സ്പൈറലുകൾ കാണപ്പെടുന്നത്. ഷാർക്കോട്ട് ലേഡൻ ക്രിസ്റ്റൽസ്, അലർജിയിലും ആസ്മയിലും, അലർജി, ആസ്മ, അതുപോലെ പാരസൈറ്റിക് ഡിസീസുകൾ, ലങ്സിൽ ഞാൻ പറഞ്ഞു ചില പാരസൈറ്റുകൾ ലങ്സിൽ ബാധിക്കാറുണ്ട്. അങ്ങനെ പാരസൈറ്റിക് ഡിസീസുകളിലും അതേപോലെ അലർജിയിലും ആസ്മയിലും ഒക്കെ സ്പ്യൂട്ടത്തിൽ കാണപ്പെടുന്ന ഒരുതരം ക്രിസ്റ്റലുകളെയാണ് നമ്മൾ ഷാർക്കോട്ട് ലേഡൻ ക്രിസ്റ്റൽസ് എന്ന് പറയുന്നത്. ഇത് സ്റ്റെയിൻ ചെയ്യാത്ത സ്മിയറിൽ, ഒരു സ്പ്യൂട്ടം സ്മിയർ നമ്മൾ സ്റ്റെയിൻ ചെയ്യാതെ അങ്ങനെയുള്ള ആ സ്മിയറിൽ ഈ രീതിയിലാണ് ഷാർക്കോട്ട് ലേഡൻ ക്രിസ്റ്റൽസ് കാണപ്പെടുക. സ്റ്റെയിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതൊരു ഈസനോഫിലിക് ആണ്. ഈസനോഫിലിക്, ഒരു പിങ്ക് കളറിൽ ഈസനോഫിലിക് ആയിട്ട് ഇത്തരത്തിലുള്ള ഈ കളറിൽ നമുക്ക് ഷാർക്കോട്ട് ലേഡൻ ക്രിസ്റ്റൽസ് കാണാൻ പറ്റും. ഷാർക്കോട്ട് ലേഡൻ ക്രിസ്റ്റൽസ് കാണപ്പെടുന്നത് നോർമലി കാണാറില്ല. അത് കാണപ്പെടുന്നത് അലർജി, ആസ്മ തുടങ്ങിയ കണ്ടീഷൻസിലും പാരസൈറ്റിക് കണ്ടീഷൻസിലുമാണ് ഇത്തരത്തിലുള്ള ഷാർക്കോട്ട് ലേഡൻ ക്രിസ്റ്റൽസ് കാണപ്പെടുന്നത്. ഇത് രണ്ടും യൂറിനിൽ കാണുന്ന അബ്നോർമൽ ക്രിസ്റ്റൽസ് ആണ്. സ്പ്യൂട്ടത്തിൽ കാണുന്ന അബ്നോർമൽ ക്രിസ്റ്റൽസ് ആണ് ഷാർക്കോട്ട് ലേഡൻ ക്രിസ്റ്റൽസ്. ഇത് കൂടാതെ മറ്റു ചില അബ്നോർമൽ കണ്ടന്റ്സും സ്പ്യൂട്ടത്തിൽ കാണാറുണ്ട്. ആസ്ബസ്റ്റോസ് ബോഡികൾ മുതൽ പിന്നീട് മൈനുകളിൽ ഒക്കെ ജോലി ചെയ്യുന്ന ആളുകളുടെ ഒക്കെ ലങ്സിൽ അവർ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്നുണ്ടാകുന്ന ഡസ്റ്റും അങ്ങനെയുള്ള പാർട്ടിക്കിൾസും ഒക്കെ അക്യുമുലേറ്റ് ചെയ്തിട്ട് പല രീതിയിലുള്ള, പല പേരുകളിൽ അറിയപ്പെടുന്ന, ഒരു ഉദാഹരണം മാത്രം പറഞ്ഞുള്ള ആസ്ബസ്റ്റോസ് ബോഡി, ആ രീതിയിലുള്ള അബ്നോർമൽ സബ്സ്റ്റൻസ് സ്പ്യൂട്ടത്തിൽ കാണാറുണ്ട്. ഇപ്പൊ സ്പ്യൂട്ടം അനലൈസിസ് ജനറലി നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിനെ ബാധിക്കുന്ന രോഗങ്ങളെ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഇതിൽ മൈക്രോബയോളജിക്കൽ ആസ്പെക്റ്റുകൾ ഈ ഭാഗത്ത് നാം ഡിസ്കസ് ചെയ്യുന്നില്ല. അത് പിന്നീട് നാം മൈക്രോബയോളജി എന്ന് പറയുന്ന നമ്മളൊരു യൂണിറ്റ് വരുന്നുണ്ട്. ആ യൂണിറ്റിലായിരിക്കും ഇതിന്റെ മൈക്രോബയോളജിക്കൽ സ്റ്റഡീസിനെ കുറിച്ച് കൂടുതലായിട്ട് നാം പഠിക്കുക.